കാട്ടാനാക്രമണത്തിൽ കഴിഞ്ഞ ദിവസവും ദമ്പതികൾ കൊല്ലപ്പെട്ടിരുന്നു ആറളം പഞ്ചായത്തിൽ. അവിടെ ഇന്ന് BJPയുടെയും UDFന്റെയും ഹർത്താലുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്തണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. വനമന്ത്രി ഇന്ന് സ്ഥലത്തെത്തും. അധ്യക്ഷതയിൽ ആറളം ഫാമിൽ വെച്ച് ഇന്ന് സർവകക്ഷി യോഗം ചേരും. രാവിലെ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥതല യോഗവും വിളിച്ചിട്ടുണ്ട്. 13ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാതെ തന്നെ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. പിന്നീട് രാത്രി വൈകിയാണ് മൃതദേഹങ്ങൾ മാറ്റാൻ പോലും ഈ പ്രതിഷേധക്കാർ, അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചത്. കാരണം അവരുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണ് എന്ന് തിരിച്ചറിവ് കൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ വനം മന്ത്രി എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള യോഗങ്ങൾ നമ്മൾ പലത് കണ്ടതും അത് പ്രഹസനങ്ങളായി മാറുന്നതുമൊക്കെ വളരെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പക്ഷേ ഈ ഉദ്യോഗസ്ഥല ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഒരു തീരുമാനമോ അവർക്ക് വേണ്ട ഒരു അനുകൂല സാഹചര്യമോ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? വീണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ദാരുണമായ സംഭവം ഉണ്ടായ സ്ഥലത്താണ്. ഇന്നലെ നമുക്കറിയാം ആറളം ഫാമിന്റെ 13ാം ബ്ലോക്കിലാണ് ആദിവാസി ദമ്പതികളായ വെള്ളി എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലീലയും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലത്താണ് നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം ആറളം വനവാസി പുനരധിവാസ മേഖലയാണ്. ഇവിടെ ധാരാളം വീടുകൾ പലയിടത്തും നമുക്ക് കാണാം. പക്ഷേ പലയിടത്തും ആളുകൾ താമസമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇവിടെ ഈ വന്യജീവി അക്രമത്തെ തുടർന്ന് പല ആളുകളും ഈ പുനരധിവാസ മേഖലയുടെ ഉൾഭാഗത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് താമസം മാറുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത്രയേറെ ഭീതിതമായൊരു സാഹചര്യം തന്നെയാണ് ആറളം മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 16 പേരാണ് ആറളത്ത് മാത്രം കാട്ടാനയുടെ ഈ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് തന്നെ ഇവിടുത്തെ ഈ ജനങ്ങളുടെ ജീവിതം എത്രത്തോളം ദുസ്സഹമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഏതായാലും ഈ ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവത്തിന് പുറമെ രാത്രി ജനങ്ങൾ വലിയൊരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മൃതദേഹങ്ങൾ കയറ്റിയ ആംബുലൻസ് കടത്തി വിടാതെ ആളുകൾ തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ മൃതദേഹം വിട്ടു നൽകാനാകില്ല എന്നൊരു നിലപാടുമായി ഈ നാട്ടുകാർ ഒന്നിറങ്ങാൻ പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഏതാണ്ട് രാത്രി 12 മണിയോടുകൂടിയാണ് പ്രശ്നത്തിലൊരു താൽക്കാലിക പരിഹാരമുണ്ടായി. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാനെങ്കിലും ഈ നാട്ടുകാർ സമ്മതിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ കളക്ടറുടെ നേതൃത്വത്തിൽ ആറളം പഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ആറളത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിന് പുറത്തൊക്കെ ഒരു ചർച്ച നടത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. എന്നാൽ സാധാരണഗതിയിൽ വീണ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ കാട്ടാന അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ വന്യജീവി അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം കൊടുക്കുന്നു. കുടുംബത്തിലുള്ള ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുന്നു. അതോടുകൂടി ഈ ഒരു വിഷയം കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് പൊതുവെ. അത് പിന്നെ വീണ്ടും വന്യജീവി അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിൽ വീണ്ടും ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അതായത് ഒരു നിലവിലുള്ള സാഹചര്യം തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റു കാര്യമായ ഒരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ തന്നെ ഈ ആറത്തെ സംബന്ധിച്ച് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനുവേണ്ടി ആനമതിൽ ഉൾപ്പെടെ പണിയും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ആനമതിലിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ച മട്ടാണ്. അത് എങ്ങും എത്താത്തൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന വീടൊക്കെ ഈ ഇവിടുത്തെ വനവാസികൾക്കായി അനുവദിച്ചു കൊടുത്ത വീടാണ്. പക്ഷേ ഇവിടെ ഒന്നും താമസം ഇല്ലാത്തൊരു സാഹചര്യം. കാരണം ഇവിടെ വന്യജീവി അക്രമം രൂക്ഷമാണ്. ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആളുകളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം വീടുകളിൽ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞ് മറ്റ് ഇടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും എന്ത് സുരക്ഷയാണ് ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നതിൽ ഞങ്ങൾക്കുള്ളത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. ഏതായാലും ഇന്ന് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം. ഇന്നലെ ഈ ഒരു ഉണ്ടായ ദാരുണമായ സംഭവവുമായി
BJPയും അതുപോലെ തന്നെ UDFും ഈ ആറളം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഈ വന്യജീവികളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് BJPയും അതുപോലെ തന്നെ UDFും ആരോപിക്കുന്നത്. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നവർ ആറളം പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്യുന്നത്. പരാജയത്തിന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് മിഥുന് പിറകിൽ കാണുന്നത്. കാരണം അത് അവർക്ക് അനുവദിച്ചു കൊടുത്ത വീടാണ് എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ തന്നെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിരുന്ന പ്രദേശമാണ്, ശല്യം ഉണ്ടായിരുന്ന പ്രദേശമാണ്. അവിടെ സർക്കാർ തന്നെ വീട് അനുവദിച്ചു കൊടുക്കുന്നു, താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വളരെ ദൂരെ ഇവർ മാറി താമസിക്കുന്നു. പക്ഷെ വനവാസികളാണ്, അവർ വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, അവർക്ക് വനത്തെ ആശ്രയിക്കേണ്ടി വരും അവരുടെ ഉപജീവനത്തിനായും മറ്റും. ഇതാണ് ആ സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥതല ചർച്ചയോ എന്നും സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. കാരണം ഇവരെ പുനരധിവസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പോലും നേരത്തെ പുനരധിവസിപ്പിച്ച സ്ഥലത്ത് പോലും ഈ വന്യജീവി പ്രശ്നങ്ങൾ ഉള്ളതാണ്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അവർക്ക്, നാട്ടുകാർക്ക് മുന്നോട്ട് വയ്ക്കാൻ? വീണ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനവാസികളെ ഈ ഓരോ നിശ്ചിത സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കുന്നതല്ലാതെ അവർക്ക് വേണ്ട എന്ത് സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് ഒരു റോഡാണ്. അതായത് ഈ ആദിവാസി പുനരധിവാസ മേഖലയിൽ അല്ലെങ്കിൽ വനവാസി പുനരധിവാസ മേഖലയിലേക്ക് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറം ലോകത്തേക്ക് ആളുകളെ എത്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. കാരണം നമുക്ക് കൃത്യമായൊരു വൈദ്യുതി സംവിധാനം പോലും ഈ ഒരു പ്രദേശത്തില്ല. കാരണം ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതൊക്കെ തന്നെ എത്രത്തോളം ഈ ഇവിടുത്തെ ഒരു ജനത അവഗണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇവിടുത്തെ ഒരു ഭൗതിക സാഹചര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ഇന്നലെ ഈ ഒരു ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണം. ഈ സാധാരണഗതിയിൽ ഒരു വന്യജീവി അക്രമത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് എപ്പോഴും നടക്കാറുള്ളത് പോലെ നഷ്ടപരിഹാരം കൊടുക്കുക, കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു സ്ഥിരം സംവിധാനം അല്ലെങ്കിൽ സ്ഥിരം ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉറപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന മന്ത്രിയുടെ യോഗത്തിലും നാട്ടുകാർ അത് തന്നെ ഉന്നയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ, ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ന് നടക്കുന്ന ഹർത്താലിലെ പ്രതിഷേധം അതടക്കം ചർച്ചയ്ക്ക് വരും എന്ന് കരുതുന്നു. എന്ന് മാത്രമല്ല മിഥുൻ, എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. അതായത് ചർച്ചയ്ക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി വരുമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആനയെ തുരത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മിഥുൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ആനമതിൽ നിർമ്മാണം അത് അടിയന്തരമായി പൂർത്തിയാക്കാൻ PWD നിർദ്ദേശം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും എന്ന് ഇന്നലെ വനമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചർച്ച ചെയ്യുന്നതിനൊക്കെ ഒരു ഫലമുണ്ടാകും, എപ്പോൾ നടപ്പിലാകും? അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഈ പ്രതിഷേധം നിലനിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ മിഥുൻ. BJP അടക്കം ഹർത്താൽ രംഗത്തുള്ളത്. ഒരുപക്ഷെ ഈ ഹർത്താലുകൾ നടത്തുമ്പോൾ ജനജീവിതം തന്നെയാണ് കൂടുതൽ പ്രശ്നത്തിലാകുന്നത്. പക്ഷേ ജനങ്ങൾ നേരിട്ട് BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ ഹർത്താൽ UDFും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം നിന്നുകൊണ്ട് ഈ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് ആറളത്തെ മാത്രം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വീണ, നമ്മളിന്നലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാട്ടാനയുടെ അക്രമത്തിൽ 2 പേര് കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നീക്കം. പെട്ടെന്ന് തന്നെ ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കണം, ഈ ജനവാസ മേഖലയിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളുമായി പെട്ടെന്ന് മന്ത്രി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഈ 2 ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കാരണം ആനമതിൽ നിർമ്മാണം അത് കൃത്യമായി വളരെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. എന്നാൽ അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകാതിരുന്നത് തന്നെയാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. ഏതായാലും ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് എന്തൊക്കെ നടപടികൾ എന്തൊക്കെ ആവശ്യങ്ങൾ ഈ മന്ത്രിയുമായുള്ള ചർച്ചയിൽ അവർ മുന്നോട്ട് വെക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ വന്യജീവി അക്രമത്തിൽ നിന്ന് ഒരു ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഒരു സ്ഥിരമായ ഒരു സംവിധാനം വേണം.
തൊട്ടടുത്തൊരു പ്രദേശത്ത് അവരെ പുനരധിവസിപ്പിച്ചിട്ട് അവരുടെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ലാത്തവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെ അധികൃതർ മുന്നോട്ട് പോകുന്ന നടപടി അത് അംഗീകരിക്കാനാകില്ല. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ആയിരിക്കും മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യോഗവും നടക്കുക. എന്തായാലും ഈ യോഗത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വേണം. ഓക്കെ, ശരി മിഥുൻ. ഇന്ന് ഏതായാലും BJP-യുടെയും ചർച്ചയിലെങ്കിലും തീരുമാനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുക. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ചർച്ച നടക്കുന്നു, സർവകക്ഷി യോഗങ്ങൾ നടക്കുന്നു. നിരവധി ആളുകൾക്ക് ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന യോഗം നടക്കുമ്പോൾ തന്നെ കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്.